ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ വരാൻ ഒരുപാട് ലേറ്റായി, സോറി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഗ്രേവിൾ വാസുവിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്, പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഇവിടെ മേളിൽ ഞാൻ കാർട്ടിൽ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കാം. പ്ലീസ് ഡു വാച്ച്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോയാലോ, വാ. എനിക്ക് എന്തായാലും പറവായില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നു. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ஓகே கைஸ், இங்கே என்ன நடந்துச்சுன்ற விஷயத்த இப்போ நான் உங்ககிட்ட சொல்லிடுறேன். சில வருஷத்துக்கு முன்னாடி ஒரு நார்த் இந்தியன் இங்கே வந்து தமிழ்நாட்டில் செட்டில் ஆன ஒரு ஃபேமிலி. ஆனால் அவங்க நார்த் இந்தியன் தான், தமிழ்நாட்டில் வந்து செட்டில் ஆகிட்டாங்க. அப்போ இந்த பில்டிங் கன்ஸ்ட்ரக்ஷன் பண்ணிட்டு இருக்கும்போது ஃபேமிலியோட இதை பார்க்கறதுக்காக விசிட் பண்ணியிருக்காங்க. அப்போது ஹஸ்பண்டு, ஒய்ஃபு, அவங்களோட பேபி 3 பேருமே இங்கே வந்தப்போ இதை சுற்றி பார்த்துட்டு இருக்கும்போது அந்த குழந்தை தவறுதெல்லாம் மேலே கீழே விழுந்துருச்சு. കേട്ടല്ലോ, ഇതാണ് സ്റ്റോറി. സെക്കൻഡ് പാർട്ടിലാണ് സ്റ്റോറിയൊക്കെ പറയുന്നത്. ഫസ്റ്റ് പാർട്ട് തന്നെ ഒരു 40 മിനിറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് പറഞ്ഞില്ല. സെക്കൻഡ് പാർട്ടിലും ഒരു 40 മിനിറ്റ് ഉണ്ട്. ഈ പാട്ട് കൊണ്ടെങ്കിലും തീരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തോ നമുക്ക് നോക്കാം. கண்ணு முன்னாடி இறந்து போனது அந்த அம்மாவால் தாங்கிக்க முடியல. அவங்களுமே அந்த இடத்துல ஹார்ட் அட்டாக் வந்து இறந்து போயிட்டு தான் சொல்கிறேன். ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. Oh my God. சுத்தம் வரல. എന്താണ് ഗൈസ്, എന്നാ പിന്നെ അത് ദേഹത്ത് വലിച്ചെറിഞ്ഞൂടെ? ഇത്രയും പവർഫുള്ളായിട്ടുള്ള എനർജി അല്ലേ, അല്ലെ പേ അല്ലേ, എറിയാൻ പറ്റില്ലേ? எங்களை பயமுறுத்துறதும் என்ன அட்டாக் பண்ணுறதும் தாராளமாக அதை நீங்கள் பண்ணிக்கோங்க. ஆனால் ஒரு விஷயம் ஞாபகம் வச்சுக்கோங்க, உங்கள் குழந்தை இறந்து போகும்போது எப்படி ஃபீல் பண்ணீங்களோ അതേ மாதிரி தான் இன்னொருத்தவங்களை நீங்கள் எதனா. ഒന്നുമില്ല ഗൈസ്, ഇത് വെറുതെ കുറേ സമയം കളയുവാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഭാഗം എടുത്ത് വെച്ച് റോസ്റ്റ് ആവും, കുറച്ച് ഓടിച്ചു വിടാം, അതാണ് നല്ലത്. என்ன வேணும்? നിങ്ങളിപ്പോൾ ഈ കണ്ട ആ ഒരു സ്പീഡില്ലേ, ആ സ്പീഡ് ഞാൻ ആക്കിയതായിട്ടോ ഒരു 3x ഇട്ടിട്ടുണ്ട്. അത് ഒരു 11 മിനിറ്റെങ്കിലും കാണും ഗൈസ്. കഥ പറച്ചിൽ തന്നെ ഫുള്ള്. ആകെ വീഡിയോ 40 മിനിറ്റേ ഉള്ളൂ. അതിൽ 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റെങ്കിലും സ്റ്റോറി പറഞ്ഞു പോവും. നല്ല ശബ്ദം. അതാരോ ഉത്സവത്തിന് അങ്ങോട്ട് PP മേടിച്ച് ഊതിയത് എന്തോ. ആരാ അത്? അയ്യോ, വാസുവിന്റെ പുറകിൽ ഓടി നടന്നു പോകുന്നു. Oh my God. What the fuck? Oh my God. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. ദാ അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു.
ആ ആരോ വന്ന് എന്തോ ചടങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. പ്രേതത്തിനെ ഓടിക്കാനാണോ അതോ പ്രേതത്തിനെ കൺട്രോൾ ചെയ്യാനാണോ എന്തോ ഒക്കെ പറയുന്നുണ്ട്. തുറന്നു പറഞ്ഞേ, സുഗതം വേറെ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. പറ. സുഗതം എന്നാ തെറ്റൊക്കെയാ ചെയ്തത്? സുഗതം നിങ്ങൾ പറഞ്ഞോ. ஃபர்ஸ்ட் நான் இதில் என்னென்ன இருக்குன்னு நான் பார்த்துக்கிறேன். லெமன் யூஸ் பண்ணுறாங்க, மை இருக்கு. ஓ மை காட், முடி இருக்கு. ஓகே, இது கண்டிப்பாக பேய்க்கு பண்ணுற ரிச்சுவல் தான். அது மட்டும் இல்லாமல் இவங்க கருகி இருக்கு. இவங்க லெமனை வேற ஏதோ நடுவில் கயிறு மாதிரி போட்டு கட்டியிருக்காங்க. கயிறு இல்லை, குச்சின்னு நினைக்கிறேன். இவருங்க மல்லிகைப்பூ, அதாவது ரத்தம் படிஞ்ச மல்லிகைப்பூ மாதிரி. அதாவது இந்த மாதிரி ரிச்சுவல் பொறுத்த வரைக்கும் என்ன மாதிரினா எல்லாமே மாதிரியாக தான் இருக்கும். சந்திரமுகி படம் பார்த்தீங்கன்னா தெரியும். அவங்கள வந்து கொல்ல போகிறதில்ல, பட் கொல்ற மாதிரி காட்டுவாங்க. அது மாதிரி தான் மல்லிகைப்பூ மேலே ஏன் வந்து இந்த மாதிரி குங்குமம் போடுறாங்கன்னா குங்குமத்தை வந்து blood അതെ, കൊല്ലമാരുതി കാട്ടും പക്ഷെ കൊല്ലത്തില്ല. അതേപോലെ നിങ്ങൾ പെയ് ഉണ്ടെന്ന് പറയും പക്ഷെ പെയ്യില്ല. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. இந்த இடத்துல லைட் விஷன் ஃபிக்ஸ் பண்ணியிருக்கோம். லைட் விஷன் போட்டிருக்கேன்னா நான் லைட் யூஸ் பண்ண போகிறது இல்லை, லைட் இல்லாமல் தான் பண்ண போகிறேன். மேபி அது வந்துச்சுன்னா பக்கத்தில் என்னால் ரெக்கார்ட் பண்ண முடியல. ലൈറ്റ് ഓൺ ആക്കിയാൽ ഫേക്ക് ആണെന്ന് മനസ്സിലാവുമല്ലോ. பார்த்துட்டு தான் இருக்கேன். ஆக்டிவிட்டி மட்டும் தான் நடந்துட்டு இருக்கு. இவருக்கு எதுவும் பார்த்தியா? நான் வரும்போது நிறைய சவுண்டு எல்லாம் அதனால நைட் விஷன் மட்டும் தான் ஆன் பண்ணி வைக்கிறேன். கேமராவோட லைட்டை நான் ஆஃப் பண்ண போகிறேன். അപ്പോൾ നമ്മുടെ കഥാനായകൻ വാസുവിൻ്റെ അടുത്ത് എത്തി. ഇനി ഫുൾ ആക്ടിങ്ങുകളാണ്, ഓസ്കാർ അവാർഡ് കിട്ടുന്ന ആക്ടിങ്ങുകളാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. எடு கொடு கொடு. நீ அங்கிட்டு போயிடுறியா வெளியில்? அங்கிட்ட வெளியில் போய் நின்றுப்போ, அங்கே போயிடு. ഗായ്സ്, ഇത് നോട്ട് ചെയ്ത് വെച്ചു. വെളിയിൽ പോയി നിൽക്കാൻ പറയുന്നതിന് ഒരു ടെസ്റ്റ് ഉണ്ട്, നമുക്ക് കാണാം. நீ சும்மாவே பொசஸ்ட் ஆவாடா. நீ வந்து இதுக்குள்ளே நின்று எதனா ஆயிடுச்சுன்னா அதனால வெளியவே நில்லு. റീസൺ കേട്ടല്ലോ വെളിയിൽ നിൽക്കാൻ പറഞ്ഞതിൻ്റെ. ഇനിയെങ്കിലും നോക്കി കണ്ട് നടന്നിരിക്കില്ലേ അവള് നിന്നെയും കൊണ്ടേ പോകൂ, ഉറപ്പാ. ഒരു സൈഡിൽ വാസുവിടെ പൂജ തുടങ്ങുന്നു, മറ്റേ സൈഡിൽ നമ്മുടെ കഥാനായകൻ നിൽക്കുന്നു. தண்ணி வச்ச எரியாமல் இருக்க பாருங்க. என்னடா പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസത്താണ്. என்னடா ஆச்சு? என்னடா കണ്ടല്ലോ, വെളിയിൽ നിർത്തിയതിൻ്റെ ഗുഡൻസ് ഇപ്പം മനസ്സിലായോ? ബാക്കി ഇനിയും ഉണ്ട്. தண்ணி வச்ச எரியாமல் இருக்க என்னடா பண்ற? അയ്യോ, എന്തായത്? വാസുവിനെ കൊല്ലപ്പാക്കുതാ മച്ചാ, ഫാൻസ് വരും. இப்போ ஒன்றும் இல்லை. ഗൈസ്, ഭയങ്കര സീരിയസ് ആണ് കേട്ടാ, പക്ഷേ എനിക്ക് കോമഡി ആയിട്ടേ തോന്നുന്നുള്ളൂ. അവിടെ ഒരാൾ ഓടുന്നു, ഇവിടെ ഒരാൾ കഴുത്തെ പിടിച്ച് കൊല്ലാൻ നോക്കുന്നു. അവിടെ ഓടുന്നു, കൊല്ലുന്നു, ഓടുന്നു, കൊല്ലാൻ നോക്കുന്നു. എടാ ഗോപി മഞ്ജുരിന്റെ മോനെ, അടുത്ത ആഴ്ചയല്ല അടുത്ത സീസണിൽ പോലും നിനക്ക് കിട്ടില്ല. ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്. കണ്ടല്ലോ ഗൈസ്, ഇത്രയും നേരം തള്ളി മാറ്റായിരുന്നല്ലോ. പക്ഷെ ഒരാളുടെ വരണമല്ലോ, 3 പേര് വേണമല്ലോ, എന്നാലേ ഫ്രെയിം ഫില്ലാവത്തുള്ളൂ. என்னடா ഞാൻ പോകുന്നു. ബൈ ബൈ.
അപ്പോ എങ്ങടാ இருக்க അങ്ങനെ കഴിഞ്ഞു ഗൈസ് പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഥാനായകൻ അപ്പുവിനെ കാണുന്നില്ല അവാർഡ് കൊടുക്കാനേ. നീ അവനെ ഒന്ന് തപ്പി കണ്ടുപിടിക്കണം. ഓൻ്റെ അഭിനയം കുറച്ചുണ്ട്, ജാതി അഭിനയങ്ങളാണ് എല്ലാം. இருக்கும். ஏன்னா நான் அங்கேருந்து நான் பார்க்கும்போது இது ஏதோ மூவ் ஆனது நல்லாவே நான் பார்த்தேன். அப்போ இருக்கியா டே ആളെ കണ്ടു, പക്ഷേ ടു ബി കണ്ടിന്യൂ. എൻ്റെ ഈശ്വര, ഇതിൻ്റെ തേർഡ് പാർട്ടോടെ ഇനിയും ചെയ്യണമല്ലോ. ഓക്കെ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ തേർഡ് പാർട്ട് കൊണ്ട് നമ്മൾ ഉടനെ വിടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. എന്നെ ഇഷ്ടപ്പെടാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം.